നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ ആന്റി. മിത്ര ഇപ്പൊ എവിടെയാ? ആന്റി, ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഓക്കെ. പിന്നെ നാളെ രാവിലെ തന്നെ നമ്മളെ കമ്പനിയിലൊന്ന് പോണം. എന്തിനാ ആന്റി? നാളെ മുതല് എന്റെ കസേരയില് കമ്പനിയിൽ നീയാ ഉണ്ടാവുക. ഏയ് ആന്റി, ഞാൻ കരുതിയത് ആന്റി അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നാ. അല്ല, ഐ ആം സീരിയസ്. രാവിലെ 9:30 മിത്ര കമ്പനിയിൽ ഉണ്ടാവണം. ആന്റി, ഞാനിപ്പോ ആന്റിയുടെ അടുത്തേക്ക് വരട്ടെ? അയ്യോ, വേണ്ട 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 വേണ്ട, ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരല്ലേ. നാളെ രാവിലെ കൃത്യമായിട്ട് കമ്പനിയിൽ അങ്ങ് എത്തിയാ മതി. മാനേജർ ആനന്ദിനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിത്രയെ സ്വീകരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ആനന്ദ് ശരിയായിക്കോളും. യു റിമെമ്പർ വൺ തിങ്, ഇനി നീ ഇരിക്കാൻ പോകുന്നത് ഈ പത്മയുടെ കസേരയിലാ. സോ എനിക്ക് പകരം അവിടെ ഇരിക്കുന്ന ആള് എന്നേക്കാൾ കൃത്യതയുള്ളവളായിരിക്കണം. ദാറ്റ് ഈസ് മൈ ഡിമാൻഡ്. ആന്റി, സത്യം പറഞ്ഞ ആന്റിയെ പോലെ ഒരാളുടെ ചെയറിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ പേടിപ്പെടുത്തുന്ന കാര്യമാ. പിന്നെ ആന്റി ഇങ്ങനെ വല്ലാതെ നിർബന്ധിക്കുമ്പോ ഞാൻ പോകാം ആന്റി. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാന് അവിടെ ചെന്നിട്ട് ആന്റിയെ വിളിച്ചോളാം. എല്ലാ കാര്യവും എന്നോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം തീരുമാനം എടുത്താൽ മതി. ഞാൻ ലൈനിൽ തന്നെ ഉണ്ടാവും. താങ്ക് യു ആന്റി. പിന്നെ സൂര്യയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉണ്ടാവും, അത് നീ കാര്യാക്കണ്ട. തൊഴിലാളികളിൽ ആരെങ്കിലും നിന്നോട് മോശമായിട്ട് പെരുമാറിയാൽ അത് ആ നിമിഷം എന്നെ അറിയിക്കണം. അങ്ങനെ ഒരാൾ പിന്നെ ആ കമ്പനിയിൽ ഉണ്ടാവില്ല. അയ്യോ, അങ്ങനെയൊന്നും വേണ്ട ആന്റി. സത്യം പറഞ്ഞ ആന്റിയുടെ നിർബന്ധം കൊണ്ട് മാത്രമാ ഞാൻ പോകാന്ന് സമ്മതിച്ചത്. എന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത് ആന്റി. ശരി, ബാക്കി കാര്യങ്ങൾ നാളെ സംസാരിക്കാം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ആന്റി, ഒരു മിനിറ്റ്. നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആന്റിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാം. ബ്ലെസ് മീ. യെസ്, ഓൾ ദി ബെസ്റ്റ്. യെസ്. അമ്മയും മകനും തമ്മിലുള്ള തർക്കത്തിൽ ഏറ്റവും നിർണായകമായ സ്ഥലത്ത് എന്നെ പ്രതിഷ്ഠിക്കാൻ പത്മ മാഡം തീരുമാനിച്ചു. ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്ന നിമിഷം. നിന്റെയൊക്കെ നെറുകന്തലയിൽ കയറി ഇരിക്കണമെന്ന ആഗ്രഹം. ഇനി എന്താ വേണ്ടതെന്ന് മിത്രക്കറിയാം. പത്മ മാഡം ഇരുന്ന കസേരയിൽ പകരം ഇരിക്കുന്നത് മിത്രയാ. എല്ലാവരും പേടിക്കണം. എനിക്ക് ചവിട്ടി അരയ്ക്കാനുള്ളവരെ മുഴുവനും അവിടെ ഇരുന്ന് ഞാൻ ചവിട്ടി അരയ്ക്കും. ഇത്രയും കാലം കാത്തിരുന്നിട്ട് മിത്രയുടെ റിവെഞ്ച് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മമ്മി ഒരു മണ്ടത്തരം കാണിച്ചു. പക്ഷെ ഡാഡി ഇത് നിർബന്ധമായിട്ട് തടയണമായിരുന്നു. നമ്മുടെ കമ്പനിക്കാരിയാ. മമ്മിക്കുള്ളതുപോലെ ഡാഡിക്കും അവകാശമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട്
മിത്രെ നോമിനിയാക്കാൻ ഡാഡി സമ്മതിച്ചത്.